Good morning students. നമുക്കിനി പ്രോസസ് അക്കൗണ്ടിലെ കറന്റ് പ്രൊഡക്ഷൻ യൂണിറ്റിൽ നമുക്ക് നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഫിഫോ മെത്തേഡാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. ഇനി നെക്സ്റ്റ് വരുന്നത് ആവറേജ് കോസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് മെത്തേഡാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു മെത്തേഡിൽ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്നില്ല. they are taken to be included in the units completed and transferred. അത് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? യൂണിറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തെന്നുള്ള കൺസെപ്റ്റിലാണ് എടുക്കുന്നത്. ഈ ഒരു മെത്തേഡിൽ കോസ്റ്റ് ഓഫ് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആഡഡ് ടു ദ കോസ്റ്റ് ഓഫ് ദ കറണ്ട് പീരീഡ്. കറണ്ട് പീരീഡിൻ്റെ കൂടെ കോസ്റ്റ് ഓഫ് വർക്കിംഗ് പ്രോഗ്രസിൻ്റെ കോസ്റ്റ് കറണ്ട് പീരീഡിൻ്റെ കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ആവറേജ് കോസ്റ്റ് കാണുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം, അപ്പോൾ മനസ്സിലാവും. ഇനി ക്വസ്റ്റ്യൻ നോക്കുക. ഫ്രം ദ ഫോളോയിങ് ഡീറ്റെയിൽസ് prepare a statement of equivalent production, statement of cost, statement of evaluation and process cost. അതിൽ നമുക്ക് ഡാറ്റാസ് തന്നിട്ടുണ്ട്. അതിൽ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് നമുക്ക് 2000 യൂണിറ്റ് തന്നിട്ടുണ്ട്. മെറ്റീരിയൽസ് 100% കംപ്ലീറ്റ് ആണ്, 7500 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലേബർ 60% കംപ്ലീറ്റ് ആണ്, അതിൻ്റെ എമൗണ്ട് 3000 തന്നിട്ടുണ്ട്. അതുപോലെ ഓവർ ഹെഡ് 60% കംപ്ലീറ്റ് ആണ്, അതിൻ്റെ എമൗണ്ട് 1500 തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ് ഇൻ ടു ദിസ് പ്രോസസ് 8000. ഈ ഒരു പ്രോസസ്സിൽ ഈ ഒരു സ്റ്റേജിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റ് 8000 തന്നിട്ടുണ്ട്. ഇനി ദർ ആർ 2000 യൂണിറ്റ്സ് ഇൻ പ്രോസസ് ആൻഡ് ദ സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ ഈസ് എസ്റ്റിമേറ്റഡ് ടു ബി. അല്ലേ, ക്ലോസിംഗ് വർക്കിംഗ് ആയിട്ട് 2000 പറയുന്നുണ്ട്. അതിൻ്റെ സ്റ്റേജസ് ഓഫ് കംപ്ലീഷൻ എന്ന് പറയുന്നത് മെറ്റീരിയൽ 100%, ലേബർ 50%, ഓവർ ഹെഡ് 50%. ഇനി 8000 യൂണിറ്റ്സ് ആർ ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ്. ഇതാണ് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആയിട്ട് നമുക്ക് 8000 ട്രാൻസ്ഫർ ചെയ്യുന്ന 8000 തന്നിട്ടുണ്ട്. ഇതാണ് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ്, ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ആൻഡ് ദ പ്രോസസ് കോസ്റ്റ് ഫോർ ദ പീരീഡ് ആർ മെറ്റീരിയൽസ്. എത്ര കോസ്റ്റ് വന്നുള്ള മെറ്റീരിയൽസ് 1 lakh, ലേബർ 78,000, ഓവർ ഹെഡ് 39,000. കണ്ടോ ലേബർ. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ പറയാം. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രത്യേകത, നമ്മൾ തന്നിട്ടുള്ള ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് തന്നിട്ടുള്ള കോസ്റ്റ് നമ്മൾ ഈ കറണ്ട് ഈ ഡ്യൂറിങ് പീരീഡിൽ കൂടി ആഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇക്വലന്റ് പ്രൊഡക്റ്റ് യൂണിറ്റും പെർ യൂണിറ്റും കാണാം. അപ്പോൾ ഒരു കോളം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റിൽ നമുക്ക് ഒരു അഡീഷണൽ കോളം കൂടി വരും. പ്രോബ്ലം ചെയ്ത് നോക്കാം, അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്ക് ചെയ്ത് പോവാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ അല്ലേ. ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് റെഡ് കൊണ്ട് എഴുതുന്നത്, റെഡ് കൊണ്ട് എഴുതാൻ പാടില്ല. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ നമ്മൾ ചെയ്യുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ. അതിൽ നമ്മൾ ഫസ്റ്റ് കോളം നമുക്കറിയാം, നമ്മൾ കുറേ ആയി ചെയ്യണു. ഇൻപുട്ട് കോളം, യൂണിറ്റ്സ്, ഔട്ട്പുട്ട്, യൂണിറ്റ്സ്, നമുക്കെല്ലാം എഴുതാം അല്ലേ. ഇവിടെ ഇക്വലന്റ് പ്രൊഡക്ഷൻ, ഇത് മെറ്റീരിയൽ. നമ്മൾ ലേബർ ഓവർ ഹെഡ് 50% ആയതുകൊണ്ട് തന്നെ നമ്മളത് ഒരുമിച്ച് എഴുതുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ലേബർ ആൻഡ് ഓവർ ഹെഡ് എന്ന് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പെർസെൻറ്റേജ് യൂണിറ്റ്സ് ഇത്ര നമ്മൾ എഴുതാറുണ്ട് അല്ലേ. ഇനി നമുക്ക് നോക്കാം തന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും. നമ്മൾ സാധാ ചെയ്യുക. അത് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് എത്ര തന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ഉണ്ടെങ്കിൽ 2 സൈഡിൽ എഴുതുന്നതാണ്. ഇതിൽ നമ്മളങ്ങനെ 2 സൈഡിൽ എഴുതണില്ല എന്നാണ് ഒരു പ്രത്യേകത. 2000 നമുക്ക് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് തന്നിട്ടുണ്ട്. ഇനി ഇൻട്രൊഡ്യൂസ്ഡ് അതും തന്നിട്ടുണ്ട് നമുക്ക് അല്ലേ. ഈ ഒരു സ്റ്റേജിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വാല്യൂ എത്രയാണ്? 8000. സോ ടോട്ടൽ എത്രയാണ്? 10,000. ഇനി ഔട്ട്പുട്ടിൽ എന്താ വരിക? ഫിനിഷ്ഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഫിനിഷ്ഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് എത്രയാണ്? 8000 എന്ന്. ഫിനിഷ്ഡ് ആൻഡ് ട്രാൻസ്ഫേർഡ്
8,000 ഉണ്ട്. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 2000 തന്നിട്ടുണ്ട്. വർക്ക് ഇൻ പ്രോഗ്രസ് 2000. അങ്ങനെ ടോട്ടൽ 10,000 കിട്ടും. ഓക്കെ, ടോട്ടൽ പ്രൊഡക്ഷൻ 10,000 ആണ് ഇവിടെ വരുന്നത്. ടോട്ടൽ പ്രൊഡക്ഷൻ 10,000 യൂണിറ്റ്സ്. ഇനി ഇവിടെ ഇക്വലൻറ്റ് പ്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞു മെറ്റീരിയൽ 100, അത് നമ്മൾ എന്താണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് 100%. അപ്പോൾ ഇവിടെ 100% 8,000 യൂണിറ്റ്സ് അല്ലേ, നമ്മൾ ചെയ്തിരുന്നതാണ്. 100% 8,000 യൂണിറ്റ്. ഇനി ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് മെറ്റീരിയൽ 100% ആണ്. അപ്പോൾ അതിൻ്റെ 100% 2,000. ഇനി ലേബർ ഓവർ ഹെഡും 50% ആയിരുന്നു, അത് 1,000 വരും. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്ര വരും? ഇവിടെ 8 10,000 വരും. ഇവിടെ 8 9. ഇതേ സെയിം തന്നെയാണ് എന്തിലും വരിക, ലേബറിനും ഈ 9,000 തന്നെയാണ് വരിക, ഓവർ ഹെഡിനും 9,000 ആണ് വരിക. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. കാര്യമായിട്ടുള്ള കാൽക്കുലേഷൻ അതിൽ വരുന്നില്ല, 50% ആയതുകൊണ്ട്. അപ്പോൾ ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വലൻ്റ് പ്രൊഡക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റിലാണ് നമ്മളുടെ ഈ ഒരു ആവറേജ് മെത്തേഡിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് കാണാനുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് ആണ്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റിൽ ഫസ്റ്റ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ആണ്. അതിൽ ആദ്യം റുപ്പീസ് വരും, ഇവിടെ കോസ്റ്റ് വരും, പിന്നെ ഇവിടെ ഇക്വലൻറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് വരും, ഇക്വലൻറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ് വരും, പിന്നെ കോസ്റ്റ് പെർ യൂണിറ്റ് വരും അല്ലേ. ഇനി എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൽ നമ്മൾ ഈ ആവറേജ് മെത്തേഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഓപ്പണിങ് നമ്മൾ എന്ത് ചെയ്യും, കോസ്റ്റ് ഡ്യൂറിങ് ദ പീരീഡിൽ കൂടെ ആഡ് ചെയ്യും. അപ്പോൾ ഓരോന്നും നമ്മൾ ഇതുപോലെ ആഡ് ചെയ്ത് വയ്ക്കും. അതാണ് ഇതിൽ പ്രത്യേകത. മെറ്റീരിയൽസ് നമുക്ക് എത്രയാണ് ഓപ്പണിങ്ങിൽ ഉണ്ടായിരുന്നത്? ക്വസ്റ്റ്യനിൽ നോക്കൂ, ഓപ്പണിങ്ങിൽ നമുക്ക് എത്ര മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു? ക്വസ്റ്റ്യനിൽ നോക്കൂ അല്ലേ, മെറ്റീരിയൽസ് 100% കംപ്ലീറ്റ് 7,500 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അല്ലേ, 7,500 ഓപ്പണിങ്ങിൽ തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇൻകേർഡ് ഡ്യൂറിങ് ദ പീരീഡ്, ഈ പീരീഡിൽ ഇൻകർ ചെയ്തും കൂടി ആഡ് ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇൻകേർഡ് ഡ്യൂറിങ് ദ പീരീഡ്, ഈ പീരീഡിലുള്ള കോസ്റ്റും കൂടി ആഡ് ചെയ്യാം. ഈ പീരീഡിലെ കോസ്റ്റ് നോക്കി നോക്കൂ, പ്രോബ്ലത്തിൽ നിങ്ങൾ കറക്റ്റ് നോക്കി നോക്കൂ, എവിടെ പറയുന്നത് അല്ലേ, ദ പ്രോസസ് കോസ്റ്റ് ഫോർ ദ പീരീഡ് ആർ മെറ്റീരിയൽസ് ദാറ്റ് ഈസ് 1 lakh അല്ലേ. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്തു, നമ്മൾ കോസ്റ്റ് ആഡ് ചെയ്തു 1,07,500. ഓക്കെ ആണോ? ഇനി ഇക്വലൻറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റിൽ നമുക്ക് എത്ര യൂണിറ്റാണ് ഇ പി യൂണിറ്റ് വരുന്നത്? 10,000. ഇക്വലൻറ്റ് പ്രൊഡക്ഷനിൽ നമുക്ക് 10,000 യൂണിറ്റാണ്. അപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് 10.75. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമ്മൾ എന്തും കൂടി കാണണം, ലേബർ കാണണം. ലേബർ ഓപ്പണിങ്ങിൽ ലേബർ എത്രയാണ് തന്നിട്ടുള്ളത് നോക്കൂ, പ്രോബ്ലത്തിൽ നോക്കൂ. ഓപ്പണിങ്ങിൽ ലേബർ എത്രയാണ് തന്നിട്ടുള്ളത്? 3,000 അല്ലേ, 3,000 തന്നിട്ടുണ്ട്. ഇൻകേർഡ് ഡ്യൂറിങ് ദ പീരീഡ്, ഇൻകേർഡ് ഡ്യൂറിങ് ദ പീരീഡ്, ഈ പീരീഡിൽ ഇൻകർ ചെയ്തിട്ടുള്ള ലേബർ എന്ന് പറയുന്നത് 78,000 ആണ്. പ്രോബ്ലം ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. 78,000 രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 81,000. ഇനി എത്രയാണ് ഇക്വലൻറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ് നമുക്ക് എത്രയാണ് ഇവിടെ കിട്ടിയുള്ളത്? പ്രോബ്ലത്തിൽ കണ്ടോ, ദാറ്റ് ഈസ് 9,000. ശരിയല്ലേ? അപ്പോൾ 81,000/9,000 ദാറ്റ് ഈസ് 9. ഇനി ഓവർ ഹെഡ്സ്, ഇതുപോലെ ഓവർ ഹെഡ്സ് ഓപ്പണിംഗ് ഓവർ ഹെഡ്സ് എത്ര തന്നുള്ളത്? ഓപ്പണിംഗ് ഓവർ ഹെഡ്സ് 1,500. ഇനി ഇൻകേർഡ് ഡ്യൂറിങ് ദ പീരീഡ് എത്ര കിട്ടിയിട്ടുണ്ട്? ഇൻകേർഡ് ഡ്യൂറിങ് ദ പീരീഡ് 39
40000. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 40,500 വരും അല്ലേ. പിന്നെ നമുക്കിവിടെ അറിയാം ലേബറും ഓവർ ഹെഡ് എത്ര തന്നെയായിരുന്നു, 9,000 ആയിരുന്നു. അപ്പോൾ 40,500 ഡിവൈഡഡ് ബൈ 9,000 ദാറ്റ് ഈസ് 4.50. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഇക്വലന്റ് പ്രൊഡക്ഷനിൽ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്, 24.25. ഇത് മൂന്നും കൂടി കൂട്ടിയത് 24.25. അപ്പോൾ അതാണ് ഈ ഒരു ആവറേജ് മെത്തേഡിൻ്റെ പ്രത്യേകത. ഇനി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ. അടുത്തത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ്റെ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ട്രാൻസ്ഫേർഡ്, എത്ര ഔട്ട്പുട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് എത്ര ട്രാൻസ്ഫർ ചെയ്യുന്നത്, 8,000 ആണ്. അത് എത്ര രൂപ വെച്ചിട്ടാണ് അല്ലേ, 8,000 ഇൻറ്റു 24.25. അപ്പോൾ അതിൻ്റെ എത്ര എമൗണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കാൽക്കുലേറ്റർ എടുക്കുക, 1,94,000 എന്ന് കിട്ടും. കിട്ടുന്നുണ്ടോ നോക്കാം. ഓക്കെ. ഇനി വാല്യൂ ഓഫ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. വാല്യൂ ഓഫ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ ആദ്യം 2,000 ഇൻറ്റു എത്രയാണ് അല്ലേ, ആദ്യം നമ്മൾ എഴുതുന്നുണ്ട് മെറ്റീരിയൽസ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് ഒരു ഇതായതാവും. മെറ്റീരിയൽസ് 2,000 ഇൻറ്റു 10.75 എമൗണ്ട് എത്ര വരിക, 21,500. മെറ്റീരിയൽസ് കഴിഞ്ഞാൽ ലേബർ അല്ലേ, 1,000 ഇൻറ്റു എത്രയാണ്, 9, ദാറ്റ് ഈസ് 9,000. ഇനി ഓവർ ഹെഡ്സ് 1,000 ഇൻറ്റു എത്ര പറയും യൂണിറ്റ്, 4.5, ദാറ്റ് ഈസ് 4,500. ഒക്കെ കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 35,000. കണ്ടോ, 35,000 കിട്ടും. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 2,29,000 കിട്ടും. ഓക്കെ, 2,29,000 കിട്ടും. ആ സെയിം എമൗണ്ട് തന്നെയാണ് നമുക്ക് എവിടെ കിട്ടുക, ഇവിടെ കിട്ടുക. അപ്പോൾ 1,07,000 ഇവിടെ നമുക്ക് കിട്ടിയില്ലേ, സെയിം എമൗണ്ട് തന്നെയാണ് നമുക്ക് എവിടെയും കിട്ടുക, ഇവിടെയും കിട്ടുക, 2,29,000 എന്നുള്ള എമൗണ്ട് അല്ലേ. നമുക്കറിയാം ഇവിടെയും അതുപോലെ ഇവിടെയും സെയിം എമൗണ്ട് ആയിരിക്കും കിട്ടുക. ഓക്കെ. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രോസസ് അക്കൗണ്ട് വരയ്ക്കലാണ്. പ്രോസസ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കോളം അഡീഷണൽ ഉണ്ടാവും, യൂണിറ്റ്സും കോളംസ് എന്ന രീതിയിൽ നമ്മൾ സാധാ വരയ്ക്കുന്ന പ്രോസസ് അക്കൗണ്ട് തന്നെ പ്രോസസ് അക്കൗണ്ട് തന്നെ ടു ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ്. ഇവിടെ യൂണിറ്റ്സ്, ഇവിടെ എമൗണ്ട്. ഇതൊക്കെ നിങ്ങൾ നോക്കി എഴുതുക കേട്ടോ. ഞാൻ എഴുതാൻ വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് എല്ലാം അതുപോലെ എഴുതണേ. ഓക്കെ. ഇവിടെ നമുക്ക് ഫസ്റ്റ് ടു ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ്. ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് എത്രയാണ് പറഞ്ഞുള്ളത്, 2,000. ടു മെറ്റീരിയൽസ് എത്രയാണ്, 8,000 നമുക്ക് തന്നുണ്ട് അല്ല, 8,000 ആണ്. അതിൻ്റെ എമൗണ്ടാണ് 1 lakh. ഇവിടെ 2,000 ഓപ്പണിംഗ് മെറ്റീരിയൽ തന്നിട്ടുണ്ട്, അത് 12,000. പിന്നെ ലേബർ ടു ലേബർ ദാറ്റ് ഈസ് 78,000. ടു ഓവർ ഹെഡ് ടു ഓവർ ഹെഡ്സ് 39,000. അത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും, ദാറ്റ് ഈസ് 2,29,000 വരും അല്ലേ. ഇവിടെ നമുക്ക് ടോട്ടൽ ഔട്ട്പുട്ട് പെർ യൂണിറ്റ് കൊള്ളത്തിൽ 10,000 വരും, നമുക്കറിയാം അല്ലേ. ഇനി ഇവിടെ എങ്ങനെയാണ് വരിക, ബൈ ഔട്ട്പുട്ട് ട്രാൻസ്ഫേർഡ് ആണ്. ഇവിടെ നമ്മൾ ബൈ ഔട്ട്പുട്ട് ട്രാൻസ്ഫേർഡ്, ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ബൈ ഔട്ട്പുട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് 8,000 യൂണിറ്റ് ആണ്. 8,000 ആണ്, 1,94,000
1000. By closing work in progress. By closing work in progress. Closing work in progress എത്രയാണ്? 2000. അപ്പോൾ നമുക്ക് ടോട്ടൽ 10,000 യൂണിറ്റാണ്. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് നമുക്ക് 35,000. ഓക്കെ, ഇതാണ് പ്രോസസ് അക്കൗണ്ട്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ 2,29,000 കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടോ, ഇപ്പോൾ ഈ മെറ്റീരിയൽസ് ഔട്ട്പുട്ട് ട്രാൻസ്പോർട്ട് മെറ്റീരിയൽസ് ഈ 1,94,000 35,000 ഒക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത് ഓർമ്മയുണ്ടോ? അതാ ഇവിടെ ഈ കഴിഞ്ഞ ഈ ഒരു ഇതിൽ നമ്മൾ കണ്ടോ, ഇവിടെ മെറ്റീരിയൽസ് മൊത്തം 1,94,000 ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 35,000 ഉണ്ട്. കണ്ടോ, അതായത് 1,94,000 35,000 8,000 യൂണിറ്റിൻ്റെ എമൗണ്ട് 1,94,000. ഇത് രണ്ടൊന്നും ബാക്കി ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ടോട്ടൽ യൂണിറ്റ് 35,000. അപ്പോൾ ഇതാണ് പ്രോസസ് അക്കൗണ്ട്. ചെയ്ത് നോക്കുക. ചെയ്തിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് ചോദിക്കാം. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഓക്കെ, ഇതിൽ നമുക്ക് നെക്സ്റ്റ് പറയാനുള്ള ഒരു ടോപ്പിക്കാണ് ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പുതിയ ടേമാണ്. അതായത് യൂഷ്വലി ഒരു പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് വൺ പ്രോസസ് ഇസ് ട്രാൻസ്ഫർ ടു അനദർ പ്രോസസ്. കോസ്റ്റ് പ്രൈസിലാണ് നമ്മളൊരു പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് മറ്റൊരു പ്രോസസ്സിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. പക്ഷേ ചില കേസുകളിൽ ഈ ട്രാൻസ്ഫർ ചെയ്യുന്നത് സെല്ലിംഗ് പ്രൈസിൽ ട്രാൻസ്ഫർ ചെയ്യും, അപ്പോൾ കോസ്റ്റ് പ്രൈസിലല്ല. അപ്പോൾ അവിടെ എന്ത് മാർക്കറ്റ് വാല്യൂവിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ ചെറിയ രീതിയിലുള്ളൊരു പ്രോഫിറ്റ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ് എന്നതുകൊണ്ട് സിമ്പിളായിട്ട് പറയുന്നത്. ഓക്കെ, ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ്സ് എന്ന് പറയുന്നത് ദ ഔട്ട്പുട്ട് ഓഫ് വൺ പ്രോസസ് ഈസ് ട്രാൻസ്ഫർ ടു സബ്സിക്വൻറ്റ് പ്രോസസ് നോട്ട് അറ്റ് കോസ്റ്റ് ബട്ട് അറ്റ് മാർക്കറ്റ് വാല്യൂ ഓർ കോസ്റ്റ് പ്ലസ് എ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്. ഒന്നല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂയിൽ അല്ലെങ്കിൽ കോസ്റ്റ് പ്ലസ് ഒരു പ്രോഫിറ്റ് പെർസെൻറ്റേജിൽ നമ്മൾ ഒരു പ്രോസസ്സിൽ നിന്ന് മറ്റൊരു പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോസ്റ്റ് ആൻഡ് ദ ട്രാൻസ്ഫർ പ്രൈസ് ഇസ് നോൺ ആസ് ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. തന്നെ ഇറ്റ് ഡിഫൈൻ ആസ് പ്രോഫിറ്റ് മെയ്ഡ് ബൈ ദ ട്രാൻസ്ഫർ പ്രോസസ് ഫ്രം ട്രാൻസ്ഫേർഡ് ഔട്ട്പുട്ട് ടു ദ സബ്സിക്വൻറ്റ് പ്രോസസ്. ഇതന്നെ വീണ്ടും അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അതിലൊരു ഡെഫിനിഷനായിട്ട് പറയുന്നത് ICML ലണ്ടൻ പറയുന്നത് എ പ്രൈസ് റിലേറ്റഡ് ടു ഗുഡ്സ് ഓർ അതർ ബെനിഫിറ്റ്സ് ട്രാൻസ്ഫർ ഫ്രം പ്രോസസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ് ടു അനദർ. അതായത് പ്രൈസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഗുഡ്സുകൾ അതിൻ്റെ ബെനിഫിറ്റ്സുകൾ ഒരു പ്രോസസ്സിൽ നിന്ന് മറ്റൊരു പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് വൺ മെമ്പർ ഓഫ് എ ഗ്രൂപ്പ് ടു അനദർ ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്സ് ആർ കവേർഡ് ബൈ ദ പ്രൈസ് മാറ്റർ ഓഫ് പോളിസി. അപ്പോൾ എത്രത്തോളം അതിൽ കവർ ചെയ്യുന്നുണ്ട് പ്രോഫിറ്റ്, അതാണ് ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ICML ഡിഫൈൻ ചെയ്യുന്നത്. ആക്ച്വലി നമുക്കറിയാം, നമ്മളൊരു പ്രോസസ്സിൽ നിന്നും മറ്റൊരു പ്രോസസ്സിലേക്ക് കോസ്റ്റ് പ്രൈസ് അല്ലാതെ മാർക്കറ്റ് വാല്യൂ ഓർ കോസ്റ്റ് പ്ലസ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ആണെങ്കിൽ ആ ഡിഫറൻസിനെ നമുക്ക് എന്ത് പറയാം, ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. നമുക്ക് എന്തൊക്കെ നേടാം. ടു ഷോ വെദർ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കോമ്പീറ്റ്സ് വിത്ത് ദ മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസിൽ നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. അതുപോലെ തന്നെ അതിനെ നമുക്ക് അതിൻ്റേതായ രീതിയിൽ എന്താ പറയുക, ഇറ്റ്സ് ഓൺ എഫിഷ്യൻസി എക്കണോമിക്സ്, അതിന് അതിൻ്റേതായ രീതിയിലുള്ള എഫിഷ്യൻ്റായിട്ട് പ്രവർത്തിക്കാൻ പറ്റുമോ. അതുപോലെ തന്നെ ഓരോ പ്രോസസ്സിൻ്റെയും എഫിഷ്യൻസി ഐഡൻറ്റിഫൈ ചെയ്യാം. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റൽ പ്രോഫിറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാം. ബൈ ഡിസിഷൻ എടുക്കാൻ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഈ ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും കുറച്ച് ഡിസഡ്വാൻറ്റേജസ് അതിൽ വരുന്നുണ്ട്. അതായത് അക്കൗണ്ട്സിൽ അൺനെസസറി കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ദ പ്രോബ്ലം ഓഫ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്, അതായത് പ്രോഫിറ്റ് ഇൻക്ലൂഡഡ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്കിനും കൂടി ചിലപ്പോൾ പ്രോഫിറ്റ് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് പറയുക. അപ്പോൾ അത് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ടാക്സ് അതോറിറ്റിക്കോ ഓഡിറ്റേഴ്സിനോ അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ അഡീഷണൽ ക്ലറിക്കൽ വർക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കോസ്റ്റ് പ്രൈസ് സ്റ്റോക്കിൽ വരുമ്പോൾ അഡീഷണൽ ക്ലറിക്കൽ വർക്ക് വരാനുള്ള ചാൻസ്
കൂടുതലാണ്. അപ്പോൾ ഇത്രയും അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ് വരുമ്പോൾ എങ്ങനെ നമ്മൾ പ്രോസസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞില്ലേ, എങ്ങനെയാണ് നമ്മൾ ഈ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് നമുക്ക് നോക്കാം. അതായത് ഒരു ഗുഡ്സ് നമ്മൾ ഒരു പ്രോസസ്സിൽ നിന്ന് വേറൊരു പ്രോസസ്സിലേക്ക് മാർക്കറ്റ് പ്രൈസിലോ അല്ലെങ്കിൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് പ്രൈസിലോ നമ്മൾ കൊടുക്കുമ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് വിൽ ഇൻക്ലൂഡ് ആൻ എലമെൻറ്റ് ഓഫ് പ്രോഫിറ്റ്. അതിലുണ്ടാകുന്ന ക്ലോസിംഗ് സ്റ്റോക്കിലും ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പോൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പ്രകാരം നമ്മൾ കോസ്റ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ് ആണ്. കോസ്റ്റ് പ്രൈസ് ആണോ മാർക്കറ്റ് പ്രൈസ് ആണോ ഏതാണോ കുറവ് ആ രീതിയിലാണ് നമ്മൾ സ്റ്റോക്ക് നമ്മൾ വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്കിൽ പ്രോഫിറ്റിൻ്റെ ഒരു എലമെൻ്റ് ഉണ്ടെങ്കിൽ ആ ബാലൻസ് ഷീറ്റിൽ നമുക്ക് ആക്ച്വൽ എക്കണോമിക് പൊസിഷൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ ഒരു ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ് സിസ്റ്റത്തിൽ ഔട്ട്പുട്ട് ഓഫ് ദ ഫസ്റ്റ് പ്രോസസ് ആഫ്റ്റർ ഒരു സർട്ടൻ പ്രോഫിറ്റ് ചാർജ് ചെയ്തിട്ടാണ് നമ്മൾ സെക്കൻഡ് പ്രോസസ്സിലേക്ക് പോവുക. സെക്കൻഡ് പ്രോസസ്സിൻ്റെ ഇതിൽ നമ്മളൊരു സർട്ടൻ പ്രോഫിറ്റ് ഗെയിൻ ചെയ്തിട്ടാണ് തേർഡിലേക്ക് പോവുക. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രോസസ്സിലും സർട്ടൻ സ്റ്റോക്കും ഉണ്ടാവും. അതെന്തായിരിക്കും ദ പാർട്ട് ഓഫ് പ്രോഫിറ്റ് ഓഫ് പ്രീവിയസ് പ്രോസസ്സിൻ്റെ ഒരു പാർട്ടായിട്ട് അതിൽ വരും. സോ ഈ പ്രോഫിറ്റ് സ്റ്റോക്കിൽ നമുക്ക് ഇൻക്ലൂഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അതിന് നമ്മൾ എന്ത് പറയുന്നത് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദ പ്രോഫിറ്റ് ഇൻക്ലൂഡഡ് ഇൻ ദ സ്റ്റോക്ക് ഈസ് നോട്ട് റിയലൈസ്ഡ്. സ്റ്റോക്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് നമ്മൾ റിയലൈസ് ചെയ്തെടുക്കുന്നില്ല. പക്ഷേ കാരണം അത് സ്റ്റോക്ക് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഗുഡ്സ് സോൾഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ക്ലോസ് സ്റ്റോക്ക് ആൻഡ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഇൻക്ലൂഡ് ഇൻ ദ ക്ലോസ് സ്റ്റോക്ക് ഷുഡ് ബി കാൽക്കുലേറ്റഡ് ആൻഡ് ദ പ്രൊവിഷൻ ഫോർ സച്ച് അൺറിയലൈസ്ഡ് ഷുഡ് ബി മെയ്ഡ്. അപ്പോൾ അതിനുള്ളൊരു പ്രൊവിഷൻ നമ്മൾ എൻഡ് ഓഫ് ദ ഇയർ ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു ബാലൻസ് ഷീറ്റാണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് അതിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലേ. അപ്പോൾ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അസർട്ടൈൻ ദ റിയൽ നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ഓൾസോ ടു ഷോ ദ ക്ലോസ് സ്റ്റോക്ക് അറ്റ് കോസ്റ്റ് പ്രൈസിൽ നമ്മൾ ചെയ്യുന്നു. അത് കറക്റ്റ് പൊസിഷനാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, അതിൻ്റെ പ്രൊസീജിയറാണ് പറയുന്നത്. ഫസ്റ്റ് എവരി പ്രോസസ് അക്കൗണ്ട്സ് 3 കോളം 3 കോളം ഉണ്ടാവും. ടോട്ടൽ കോളം, കോസ്റ്റ് കോളം, പ്രോഫിറ്റ് കോളം. ബോത്ത് ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും വേണം. സാധാ പ്രോസസ് അക്കൗണ്ട് പോലെയല്ല. ഇനി ഫോർ കൺവീനിയൻസിന് നമ്മുടെ സൗകര്യാർത്ഥം നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദ ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോസസ് അക്കൗണ്ട് ഇൻസ്റ്റെഡ് ഓഫ് ഷോയിങ് ഇറ്റ് ഓൺ ദ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നതിന് പകരം നമ്മളത് ഡെബിറ്റ് സൈഡിൽ ഡിഡക്റ്റ് ചെയ്ത് കാണിക്കുന്നു. ഇനി ഫോർ ദ പർപ്പസ് ഓഫ് ഷോയിങ് ക്ലോസിംഗ് സ്റ്റോക്ക് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഫ്രം പ്രോസസ് അക്കൗണ്ട് ഇറ്റ് ഈസ് നെസസറി ടു ഡിറ്റർമിൻ ദ കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് സെപ്പറേറ്റ്ലി. കോസ്റ്റും പ്രോഫിറ്റും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് കാണണം. അതിനാണ് നമ്മൾ 3 കോളം വരച്ചുള്ളത്. അതിന് നമ്മൾ കോസ്റ്റ് സ്റ്റോക്ക് കാണാം, അറ്റ് വാട്ട് ലെവൽ സ്റ്റോക്ക് ഹാസ് ബീൻ വാല്യൂഡ്, പ്രൈം കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് കാണാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കോസ്റ്റ് ബൈ ടോട്ടൽ ഇൻ സ്റ്റോക്ക് എന്നുള്ള ഫോർമുല വെച്ചിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഓഫ് കോസ്റ്റ് കോളം ബിഫോർ ക്ലോസിംഗ് സ്റ്റോക്കിന് മുന്നേയുള്ള ടോട്ടൽ കോളം. അതുപോലെ ടോട്ടൽ എന്ന് പറയുന്നത് ടോട്ടൽ ഓഫ് ദ ടോട്ടൽ കോളം ബിഫോർ ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുക. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും കേട്ടോ. ജസ്റ്റ് അതിൻ്റെ തിയറി ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. അത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതണം. ഇനി 4ാമത്തെ സ്റ്റെപ്പ് പറയുന്നത് എന്താണ്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് വിച്ച് ഇൻക്ലൂഡ്സ് പ്രോഫിറ്റ് അറ്റ് ദ കോസ്റ്റ് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് റെപ്രസെൻറ്റ് ദ പ്രോഫിറ്റ് വിച്ച് ഈസ് റിട്ടേൺ ഇൻ ദ പ്രോഫിറ്റ് കോളം. ആ പ്രോഫിറ്റ് കോളത്തിൽ അതിൻ്റെ ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്യുക, റൈറ്റ് ചെയ്യുക. ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് സ്റ്റോക്ക് ഓഫ് ദ ഫസ്റ്റ് പ്രോസസ് ഡസ് നോട്ട് ഇൻക്ലൂഡ് പ്രോഫിറ്റ്. ഫസ്റ്റ് പ്രോസസ്സിൻ്റെ നമുക്ക് ഇതേപോലെ പ്രോഫിറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ്. ഇനി പല എക്സാം ക്വസ്റ്റ്യൻസിൽ പ്രോഫിറ്റ് ടു ബി ആഡഡ് മേ ബി ഗിവൺ എയ്തർ ഓൺ കോസ്റ്റ് ഓർ ട്രാൻസ്ഫർ പ്രൈസ്, പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഗിവൺ ഓൺ കോസ്റ്റ്, പ്രോഫിറ്റ് ഈസ് കമ്പ്യൂട്ടർ. അപ്പോൾ ചില ക്വസ്റ്റ്യനിൽ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ടു ബി ആഡഡ് അതെങ്ങനെ തന്നത്, മേ ബി ഗിവൺ എയ്തർ ഓൺ കോസ്റ്റ് ഓർ ഓൺ ചിലപ്പോൾ കോസ്റ്റിലാവും അല്ലെങ്കിൽ ട്രാൻസ്ഫർ പ്രൈസിലാവാം. അപ്പോൾ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഈസ് ഗിവൺ ഓൺ കോസ്റ്റിൽ. അപ്പോൾ പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോസ്റ്റ് ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ 100 എന്നുള്ള ഫോർമുല വെച്ചിട്ട്. ഇഫ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഈസ് ഗിവൺ ഓൺ ട്രാൻസ്ഫർ പ്രൈസ് ആണെങ്കിലോ കോസ്റ്റ് ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ 100 മൈനസ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് ഒന്ന് ഓർത്തിരിക്കുക. ഇതുവരെയുള്ള നോട്ട്സ് ഒന്ന് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക. അതിനുശേഷം നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം.
അപ്പോൾ എന്താണ് ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ് എന്നും അതെങ്ങനെയാണ് ചെയ്യുക, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താ, അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്താ, എന്താണ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്, അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, പിന്നെ അതിൻ്റെ പ്രൊസീജിയർ, അത് കോസ്റ്റ് പ്രൈസിലാകുമ്പോൾ എങ്ങനെയാണ്, ട്രാൻസ്ഫർ പ്രൈസിലാകുമ്പോൾ എങ്ങനെയാണ്, 2 ഇക്വേഷൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.